ഓക്കെ, നമുക്ക് ഈ വിശാല സമതല ഭൂവിൽ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാട്ട് പഠിക്കാം കേട്ടോ. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്ന് നമുക്ക് ബാക്കി പറഞ്ഞില്ല. ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്കു നിന്നും തെക്കോട്ട് 3 പ്രധാന മേഖലകളായി തിരിക്കാം. അപ്പോൾ എന്താണ്? ഉത്തരേന്ത്യൻ സമതലത്തെ ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ വടക്ക് നിന്നും തെക്കോട്ട് 3 പ്രധാന മേഖലകളായി തിരിക്കുക. അതായത് മുകളിൽ നിന്ന് താഴോട്ട്, അത് തന്നെ വടക്ക് നിന്ന് തെക്കോട്ട് 3 പ്രധാന മേഖലയായിട്ട് തിരിക്കുകയാണ്. അത് ഏതൊക്കെയാണ്? ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ. കേട്ടോ, ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ. ഇനി നമുക്ക് ഈ മൂന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. സിവാലിക് പർവ്വതനിരക്ക് സമാന്തരമായി അതിൻ്റെ തെക്ക് ഭാഗത്ത് നിന്ന് കാണുന്ന ഭാഗമാണ് ഏത്? ബാബർ അല്ലേ? നമ്മൾ പറഞ്ഞു സിവാലിക്കിൻ്റെ തൊട്ട് താഴെയാണ് എന്ത് ഉത്തരേന്ത്യൻ സമതലം കാണപ്പെടുന്നത് അല്ലേ? അപ്പോൾ ആ സിവാലിക് പർവ്വതനിരക്ക് സമാന്തരമായി അതിൻ്റെ തെക്ക് ഭാഗത്ത് കാണുന്ന ഭാഗം ഏതാണ്? ബാബർ. അപ്പോൾ സിവാലിക്കിൻ്റെ ഇതിവിടെ കാണാം, കണ്ട ഈ ഒരു പിക്ചറിൽ കറക്റ്റായിട്ട് കാണാം. കണ്ട ഹിമാലയം കണ്ടോ? ഹിമാലയത്തിൻ്റെ ഏറ്റവും താഴത്തെ നിരയാണ് സിവാലിക് അല്ലേ? അതിൻ്റെ തൊട്ട് താഴെ ബാബർ കണ്ടില്ലേ? അത് ബാബർ. അതിനുശേഷം എന്താണ്? ടെറായി ഉണ്ട്, പിന്നെ എന്താണ്? ഗാദർ, ബംഗർ, അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്ന് നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ ബാബറാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ സിവാലിക് പർവ്വതനിരക്ക് സമാന്തരമായി അതിൻ്റെ തെക്ക് ഭാഗത്ത് കാണുന്ന ഭാഗമാണ് ബാബർ. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചെരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരുന്ന വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണിത്. പർവ്വത ഭാഗത്ത് നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻകല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതലം രൂപപ്പെട്ടുള്ളത്. ഈ ഉരുളൻകല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നദികളുടെ ഈ ഭാഗം അവിടെ ദൃശ്യമാവില്ല. അവിടെ എന്താണ്? ഉരുളൻകല്ലുകൾ, അതായത് നിറയെ ഉള്ളതുകൊണ്ട് അതിൻ്റെ അടിയിലൂടെയാണ് നദി പോകുന്നത് അല്ലേ? അപ്പം എന്താണ്? ആ ഭാഗത്ത് നമ്മൾ കല്ലുകളും പാറകളും മാത്രമേ നോക്കുമ്പോൾ കാണുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ താഴത്തേക്കൂടി നദി ഒഴുകുന്നുണ്ട്. അത് നമുക്ക് ദൃശ്യമാകുന്നില്ല. ഇവിടെ ഒരു ബോക്സിൽ പ്രളയ സമതലങ്ങൾ എന്താണെന്ന് പറയുന്നുണ്ടോ നോക്കാം. അതായത് പ്രളയ സമയത്ത് നദികൾ കരകവിഞ്ഞൊഴുകുമ്പോൾ അവ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ ഇരുകരകളിലും നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങൾ രൂപം കൊള്ളുന്നു അല്ലേ? അതായത് ഈ എക്കൽ എന്താണ്? 2 വശങ്ങളും രൂപപ്പെട്ടിട്ട് സമതലങ്ങൾ രൂപം കൊള്ളുന്നു. ഇങ്ങനെ പ്രളയ സമയത്ത് എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലങ്ങളാണ് എന്ത്? പ്രളയ സമതലങ്ങൾ എന്ന് വിളിക്കുന്നത്. കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഇത്തരം പ്രളയ സമതലങ്ങളിലാണ് ലോക പ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തേക്കുന്നത് കേട്ടോ. അപ്പം കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഈ പ്രളയ സമതലത്തിലാണ് എന്ത്? ലോക പ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്താക്കുന്നത്. ഇനി അപ്പോൾ അതേ ബാബർ മേഖലയുടെ കൊടുത്തിട്ടുണ്ട്. കണ്ട ബാബർ മേഖല കണ്ട നിറയെ ഉരുളങ്കല്ലുകൾ കണ്ട നിറയെ കല്ലുകളുള്ളൊരു മേഖല, അവിടെ നദി ഉണ്ടെന്ന് പോലും തോന്നില്ല അല്ലേ? അപ്പോൾ സത്യത്തിൽ അതിൻ്റെ അടിയിലൂടെ നദി ഒഴുകുന്നുണ്ട്. ഇനി ടെറായി മേഖല നോക്കി നിറയെ പച്ചപ്പുള്ളൊരു മേഖലയാണ് ടെറായി മേഖല. നമുക്ക് നോക്കാം കേട്ടോ. അതായത് ബാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് ടെറായി. ബാബർ മേഖലയിൽ അപ്രത്യക്ഷമാവുന്ന നദികൾ എന്താണ്? ഇവിടെ ഈ ടെറായി ഭാഗത്തെത്തുമ്പോൾ അത് പുനർജനിക്കുകയാണ്. കണ്ട അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് നദികൾ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അവിടെ എന്താണ്? സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം ജീവിവർഗങ്ങളും ഉണ്ട്. ടെറായി മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളായി രൂപപ്പെട്ട സമതല ഭാഗങ്ങളാണ് എന്ത്? എക്കൽ സമതലങ്ങൾ. പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബാഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ എന്തു പറയും? ഗാദർ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പുതിയതാണ് എന്ത്? ഗാദർ എന്ന് പറഞ്ഞാൽ പുതിയത്. അത് ഓർക്കാൻ വേണ്ടി ചുമ്മാ ഞാൻ ഇങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ടായത് ഗാദർ എന്നുള്ളൊരു എന്താണ്? പുതിയ ഷർട്ട് മുണ്ടൊക്കെ ഇട്ടാണ് നടക്കുകയുള്ളൂ. ഗാദർക്ക് എങ്ങനെയാണ്? എപ്പോഴും പുതിയ വെള്ള കളറുള്ള, അതായത് നല്ല വെള്ളമുള്ള ഷർട്ട് മുണ്ടൊക്കെ ഇട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഗാദർ പുതിയത്. അതെപ്പോഴും നമ്മുടെ മനസ്സിലാണോ? ഗാദർ പുതിയത്, മാറിപ്പോകരുത്. അപ്പോൾ എന്താണ്? പുതിയതാണ് എന്ത്? പുതിയ എക്കൽ നിക്ഷേപങ്ങൾ എന്താണ്? ഗാദർ. ഈ നിക്ഷേപ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ എന്നിവ ഈ മേഖലയുടെ സവിശേഷതകളാണ്. പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയും ഇവിടുത്തെ സവിശേഷതകളാണ്. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ വശക്കാഴ്ച സൂചിപ്പിക്കുന്ന ഡയഗ്രമാണ് ചുവടെ നൽകിയത്. ഈ ഡയഗ്രം നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലേ? ഹിമാലയം, ബാബർ, ടെറായി, ബംഗർ, ഗാദർ, ഇത് നമ്മൾ പറഞ്ഞാണ് കേട്ടോ. ഇനി ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, അത് നോക്കാം.
നദീജന്യ ദ്വീപുകൾ, നീർച്ചാല്, തിട്ടകൾ, മണൽവരമ്പുകൾ. സമതലങ്ങൾ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന വളരെ കുറവാണ്. ആയതിനാൽ അവ ഒഴുകിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീചാലുകളിൽ ദ്വീപുകളായും വശങ്ങളിൽ തിട്ടകളായും നിക്ഷേപിക്കപ്പെടുന്നു. പൊടിമണൽ, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണെന്ത്? മണൽ വരമ്പുകൾ. കേട്ടോ, ആ രേഖീയ ഭൂരൂപങ്ങൾ പറയുന്നത് മണൽ വരമ്പുകൾ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഡെൽറ്റ എന്താണെന്ന് നോക്കാം. ഞാൻ നിങ്ങളോട് പിന്നെയും ഓർമ്മപ്പെടുത്താണ്. അതായത് നമ്മൾ പറയുന്ന ഓരോ വാക്കും, അതായത് ഓരോ സെൻറ്റൻസും കറക്റ്റായിട്ട് ഓർത്തോർത്ത് പോകണം. സ്റ്റേറ്റ്മെൻറ്റ്സിൽ അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിൻ്റേതായ ഒരു സീരിയസ്നെസ്സോട് തന്നെ പഠിക്കാം. ഡെൽറ്റകൾ സമതലങ്ങളോടെ ഒഴുകി നദീമുഖങ്ങളോട് അടുക്കുമ്പോൾ, നമ്മൾ നദീമുഖം നേരത്തെ പറഞ്ഞല്ലോ, നദീമുഖം എന്താന്ന് പറഞ്ഞ് അല്ലേ, സമുദ്രത്തോട് അടുക്കുന്ന ഒരു ഭാഗമാണ് നദീമുഖം എന്ന് പഠിച്ചത് അല്ലേ. അപ്പോൾ നദീമുഖങ്ങൾ അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും അല്ലേ. ഏറ്റവും അവസാനം എത്തുമ്പോഴേക്കും അവസാദത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതെന്താണ്? നദീജലം കൂടുതലായതിനാൽ മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴികളായി പിരിഞ്ഞൊഴുകുന്നു. അപ്പോൾ നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിലൂടെ നിക്ഷേപിക്കപ്പെട്ട് ത്രികോണാകൃതിയുള്ള ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്നു. ഇവയാണെന്ത്? ഡെൽറ്റകൾ. ഗ്രീക്ക് അക്ഷരമാലയിൽ ഡെൽറ്റ, അതായത് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ത്രികോണം പോലെ, ആ അക്ഷരത്തിനോട് സാമ്യമുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് പേര് വന്നത് കേട്ടോ, ഡെൽറ്റ എന്നുള്ള പേര് വന്നത്. ഇനി നമുക്ക് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് പറയുന്നത് അവിടെ ശൈത്യകാലം. അതായത് ഉത്തരേന്ത്യയിൽ സാധാരണയായി നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത്. സാധാരണ നമ്മളുടെയൊക്കെ അല്ലേ, നമുക്കൊക്കെ അങ്ങനെയാണ് നവംബർ മധ്യത്തോടെ. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ എന്താണ് സാധാരണയായി നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ തണുപ്പേറിയ മാസങ്ങൾ ഡിസംബറും ജനുവരിയുമാണ്. ഇക്കാലയളവിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സമതലത്തിൽ അതിശൈത്യം അനുഭവപ്പെടുന്നത്? എന്തുകൊണ്ടായിരിക്കും? അല്ലേ, ഉത്തരേന്ത്യൻ മേഖലയുടെ സമതല മേഖലയുടെ തൊട്ട് മുകളിൽ എന്താണ്? ഹിമാലയം അല്ലേ, ആ ഒരു മേഖലയാണ് അല്ലേ ഉത്തരേന്ത്യൻ പർവ്വത മേഖല ആയതുകൊണ്ടാണ് അവിടെ അതിശൈത്യം അനുഭവപ്പെടുന്നത്. കാലാവസ്ഥ മിതപ്പെടുത്തുന്ന സമുദ്രത്തിൻ്റെ സ്വാധീനത്താൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും ചെയ്യുന്നത് അല്ലേ. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും എന്താണ്? സമുദ്രത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ്. ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുവീഴ്ച കണ്ട, ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുവീഴ്ച ശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു. പിന്നെ പശ്ചിമ ഏഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്കും കാരണമാകും. പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റാണ് കേട്ടോ. ഇനി ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലുള്ള സൂര്യൻ്റെ അയനം അതും ബാധിക്കും. അപ്പോൾ സൂര്യൻ എന്താണ്? ആ സമയം ആകുമ്പോഴേക്കും ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ഉത്തരാർദ്ധഗോളത്തിന് മുകൾ ഭാഗത്ത്, ഉത്തരാർദ്ധം എന്ന് പറയുമ്പോൾ മുകൾ ഭാഗത്തു നിന്നും താഴത്തെ ഭാഗത്തേക്ക് സൂര്യൻ നീങ്ങും. അതുകൊണ്ട് എന്താണ്? മുകൾ ഭാഗത്തല്ലേ എന്താണ് നല്ല തണുപ്പ് അനുഭവപ്പെടും. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനം. ഇനി ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നേരിയ മഴയും ലഭിക്കാറുണ്ട് കേട്ടോ. ഇനി ഉഷ്ണകാലം നമുക്ക് നോക്കാം. മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരാൻ തുടങ്ങും. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ് ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അതികഠിനമാണ്. വളരെ കഠിനമുള്ള ഉഷ്ണകാലം. ശീതവും അതുപോലെ തന്നെ നല്ല കഠിനമായ ശീതവും ഉഷ്ണകാലവും അതികഠിനമാണ്. മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. മെയ്, ജൂൺ മാസങ്ങളിൽ നമുക്കറിയാം രാജസ്ഥാൻ അല്ലെ, ആ ഭാഗങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട്. ലൂ എന്നറിയപ്പെടുന്ന ഈ കാറ്റുകൾ ഉത്തരേന്ത്യൻ സമതലത്തിൽ താപനില ഗണ്യമായി ഉയർത്തുന്നു. പഞ്ചാബ്, ഹരിയാന, കിഴക്കൻ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണമാണ്. ഇത്തരം കാറ്റുകൾ ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമായതിനാൽ അതികഠിനമായ വേനൽച്ചൂടിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം നോക്കാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം നോക്കുമ്പോൾ നമ്മൾ ഏകദേശം ഈ കാറ്റൊക്കെ ഈ ഒരു ഡയഗ്രാം നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. അത് ഈ ഇന്ത്യയുടെ ഈ ഒരു മാപ്പ് കണ്ട, അതായത് അറബിക്കടലിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് കാറ്റ് വീശുന്നതൊക്കെ കണ്ട ഈ ഒരു ഏകദേശം ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. നമുക്ക് നോക്കാം. അതായത് മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ താപനില ഗണ്യമായി ഉയരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടും. ചൂട് കൂടുതലാണല്ലോ, കൂടുമ്പോൾ അവിടെ എന്താണ് ന്യൂനമർദ്ദ മേഖല രൂപപ്പെടും. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ
ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ ഈ ന്യൂനമർദ്ദ മേഖല എന്താണ്? തെക്ക് പടിഞ്ഞാറൻ, അതായത് അറബിക്കടലിനോട് ചേർന്നുള്ള ഭാഗം അല്ലേ. അപ്പോൾ ആ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നു. നിങ്ങൾ ആരോ മാർക്ക് കണ്ടോ? ആരോ മാർക്ക് കണ്ടില്ലേ? അവിടെ നിന്ന് കാറ്റ് എന്താണ് ഈ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ആകർഷിക്കുന്നു. ഇത് 2 ശാഖകളായിട്ടാണ് ഈ കാറ്റുകൾ ഭൂഖണ്ഡത്തിൽ എത്തുന്നത്. ഒന്നെന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയും പിന്നെ എന്താണ്? ബംഗാൾ കടൽ ശാഖ. കണ്ട 2 ശാഖകൾ കണ്ട. അത്രയുള്ളൂ. സിമ്പിളാണ്. ഇതിങ്ങനെ വലിയ സംഭവം പോലെ ഒന്ന് ഓർത്ത് വെക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഇത് ഈ മൺസൂൺ ഈ കാലങ്ങളൊക്കെ ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നത്. അങ്ങനെയല്ല, ഇതൊരു സിമ്പിളായിട്ട് നമ്മൾ ആ ഡയഗ്രത്തിലൂടെ സിമ്പിളായിട്ട് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയും ബംഗാൾ കടൽ ശാഖ, 2 ശാഖകളായിട്ട് അതെന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് എത്താണ്. അവിടെ ന്യൂനമർദ്ദ മേഖല അതിന് 2നെ ആകർഷിക്കും. ഇനി സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ, ആ ബംഗാൾ ഉൾക്കടൽ ശാഖ എന്താണ്? 2 ഉപശാഖകളായിട്ട് പിരിയാണ്. ഒന്നെന്താണ്? കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു. കണ്ട, ഒരു ശാഖ ബ്രഹ്മപുത്ര സമതലത്തിലേക്ക് പ്രവേശിച്ച് അവിടെ മഴ നൽകുന്നു. ഇനി രണ്ടാമത്തെ ശാഖ എന്താണ്? ഗംഗാ സമതലം അല്ലേ, നമ്മൾ പഠിച്ചോളാം ഗംഗാ സമതലം ഉണ്ടെന്നല്ലേ. അപ്പോൾ ആ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനി ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറുന്നു. ഇത് ആരവല്ലി പർവ്വതനിരക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി, അപ്പോൾ അവിടെ നിന്ന് അറബിക്കടൽ ശാഖയുമുണ്ട്, ഇത് ബംഗാൾ കടൽ ശാഖയും അല്ലേ. എന്നിട്ട് ഇത് ആരവല്ലി പർവ്വതനിരക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ചിട്ട് കൂടിച്ചേരും. എന്നിട്ട് എന്താണ്? പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ അടിവാര മേഖലയിൽ വരെ മഴയെത്തിക്കും കേട്ടോ. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ അടിവാര മേഖലയിൽ വരെ മഴയെത്തിക്കും. പക്ഷേ ആ ആരവല്ലി ഉള്ളതുകൊണ്ട് അപ്പുറത്ത് രാജസ്ഥാനിൽ എന്താണ്? മഴ കിട്ടില്ല. അതാണ് ആ രാജസ്ഥാനിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ വളരെ പരിമിതമാണ്. കാരണം എന്താണ്? അവിടെ ആ അരവല്ലി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാന മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം വടക്കു കിഴക്കൻ മൺസൂൺ കാലം എങ്ങനെയാണെന്ന് നോക്കാം. വടക്കു കിഴക്കൻ മൺസൂൺ കാലം ആവുമ്പോഴേക്കും എങ്ങനെയാണ്? സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള അയനം. അപ്പോൾ സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിൽ നിന്ന് ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് പോകും, താഴത്തേക്ക് പോകും സൂര്യൻ അല്ലേ. അപ്പോൾ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല ക്രമേണ എങ്ങോട്ട് മാറും? താഴത്തോട്ട്, അതായത് തെക്കോട്ട് മാറും. അത്രയും നേരം എവിടെയായിരിക്കും ന്യൂനമർദ്ദം? മുകളിലായിരുന്നു. പിന്നെ അത് താഴത്തേക്ക് മാറും. അപ്പോൾ അതെന്തറിയപ്പെടും? മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിക്കപ്പെടുന്നു. ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്? ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ആ സമയത്ത് ഉച്ചമർദ്ദ മേഖലയാണ് അല്ലേ. അപ്പോൾ അവിടെ നിന്നും എന്താണ്? കാറ്റ് എങ്ങോട്ട് വീശും? ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശും. ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും ആയതിനാലാണ് എന്ത്? ഈ കാലത്തെ വടക്ക് കിഴക്കൻ, കണ്ട അവിടെ കൊടുത്തിട്ടുണ്ട് കറക്റ്റ്, കണ്ട കാറ്റ് വീശുന്നത് എങ്ങനെയാണ്? വടക്ക് കിഴക്ക് അല്ലേ, വടക്ക് കിഴക്ക് നിന്നാണ്. അതുകൊണ്ടാണ് എന്ത്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം നമ്മൾ വലിയ സംഭവമായിട്ടൊന്നും കരുതണ്ട. ഇനി ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിലെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്നു. അപ്പോൾ എന്താണ്? അവിടെ പൊതുവെ ആ സമയത്ത് വരണ്ട കാലാവസ്ഥയാണ്. അപ്പോൾ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും താപനിലയൊക്കെ വളരെ അസഹനീയമാക്കും. അതാണെന്ത്? ഒക്ടോബർ ചൂട് എന്നറിയപ്പെടുന്നത്. ഒക്ടോബർ ചൂട്. ഇനി നമ്മൾ ഇവിടുത്തെ സസ്യജാലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഉത്തരേന്ത്യൻ സമതലത്തിലെ സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ചതുപ്പ് നിലവനങ്ങൾ, അങ്ങനെ 3ആയിട്ട് തരംതിരിച്ചേക്കാം കേട്ടോ. എങ്ങനെയാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ചതുപ്പ് നിലവനങ്ങൾ. ഇനി 70 സെൻറ്റിമീറ്ററിനും 100 സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് എന്ത്? വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. അത്യാവശ്യം മഴയുള്ള സ്ഥലത്ത് വരണ്ട ഇലപൊഴിയും കാടുകൾ. ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ ഈ സസ്യങ്ങൾ ഇലപൊഴിക്കുന്നു. ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലും എന്താണ്? വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നു. ഇനി 100 സെൻറ്റിമീറ്ററിനും 200 സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന ടെറായി ബാബർ മേഖല. ടെറായി ബാബർ മേഖലയിലൊക്കെ എങ്ങനെ? ടെറായി ചതുപ്പ് മേഖല നമ്മൾ പറഞ്ഞില്ലേ. ബാബർ എങ്ങനെയാണ്? ഉരുളങ്കല്ലല്ല, കല്ലുകളുള്ള മേഖല അല്ലേ. ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര, അവിടെയൊക്കെ എന്താണ്? നല്ല മഴ, അതായത് 100 സെൻറ്റിമീറ്റർ 200 സെൻറ്റിമീറ്റർ ഇടയിൽ മഴയുണ്ട്. അതായത് ഒഡീഷ, പശ്ചിമ ബംഗാൾ ചില ഭാഗങ്ങളും ഉൾപ്പെടും കേട്ടോ. അവിടെ എന്ത് കാണപ്പെടും? ആർദ്ര ഇലപൊഴിയും കാടുകളാണ് കാണപ്പെടുന്നത്. അതായത് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് ആ ഒരു വാർഷിക, അതായത് 100നും 200 സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക സിവാലിക് താഴ്വര, അവിടെയാണ് എന്ത്? ഈ ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് കേട്ടോ. ഇനി
തേക്ക്, സാല്, ശിഷ, മഹുവ, നെല്ലി, ചന്ദനം എന്നിവ എന്താണ് ഉഷ്ണമേഖല ഇലപ്പൊഴിയും വനങ്ങൾ കാണപ്പെടുന്ന ചില സസ്യവർഗ്ഗങ്ങളാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും മറ്റ് വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നു. അതുമൂലം ഒരു മൈതാന ഭൂപ്രദേശ ദൃശ്യം ഈ വനപ്രദേശത്ത് കൈവരുന്നു. വരൾച്ചാക്കാലത്തിന്റെ തുടക്കത്തിൽ മരങ്ങളെല്ലാം പൂർണ്ണമായും ഇലകൾ പൊഴിക്കുന്നു. തൽഫലമായി ഈ വനങ്ങൾ മരങ്ങൾ എഴുന്നു നിൽക്കുന്ന പുൽമേടുകളായി മാറുന്നു. ഇനി കന്നുകാലി മേക്കലിൻ്റെ വർധനവും കാരണം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ ശുഷ്കമാണ്. അവിടെ എന്താണ് മഴയില്ല അല്ലേ. നമ്മളെ രാജസ്ഥാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ മഴക്കുറവും പിന്നെ കന്നുകാലി മേക്കലിൻ്റെ വർധനവും അവിടെ ഇഷ്ടംപോലെ കന്നുകാലികളുണ്ട്. അതുകൊണ്ട് അവിടെ വരുമ്പോഴേക്കും സസ്യജാലങ്ങൾ വളരെ കുറവാണ്. തെക്ക് പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിടങ്ങളിലെ ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കാണപ്പെടാറുണ്ട്. വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞാണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ. ബാബുൽ, ബെർ, വന്യ ഈന്തപ്പനകൾ, ഗൈർ, വേപ്പ്, കെംജ്രി, പാലസ് തുടങ്ങിയാണ് പ്രധാന സസ്യവർഗ്ഗങ്ങൾ. 2 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ടസോക്കി എന്ന പുല്ലുവിഭാഗങ്ങളും അടയ്ക്കിടയായി ചില ഇടങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇനി രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാ സമതല ചതുപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പ് നിലങ്ങൾ. ഇനി പശ്ചിമ ബംഗാളിൽ ഗംഗാ സമതലത്തിൻ്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ കണ്ടൽക്കാടുകൾ അല്ലേ. കണ്ടൽക്കാടുകൾക്ക് ഉദാഹരണമാണ് സുന്ദർബൻ. അവിടെ എന്താണ് ഈ കണ്ടൽക്കാടുകളിൽ എന്താണ് റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതമാണ്. അത് എക്സാമിന് PYK എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ കണ്ടൽക്കാടുകൾ എന്തിൻ്റെയാണ് സങ്കേതം? റോയൽ ബംഗാൾ കടുവ ഇല്ലേ, ഒരു സാമ്യമില്ലേ, അങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, കണ്ടൽ കടുവ. ഇനി അവിടെ ഒരുപാട് മത്സ്യങ്ങളും കണ്ടൽ സസ്യങ്ങൾ, ജലജീവികളൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങൾ, ജനജീവിതം നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് ഇല്ല ഇത് കുറച്ചുള്ളൂ, നമുക്കിവിടെ തന്നെ പറഞ്ഞു പോവാം. 3ാമത്തെ പാർട്ടായിട്ട് പറയാനില്ല. നമുക്ക് നോക്കാം കേട്ടോ. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങളിൽ എങ്ങനെയെന്ന് നോക്കാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്, മണൽ മണ്ണ്, എക്കൽ മണ്ണ് കേട്ടോ. അവിടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഏത് മണ്ണാണ് കാണപ്പെടുന്നത്? അപ്പോൾ എക്കൽ മണ്ണ് അല്ലേ. നമുക്കറിയാം അവിടെ ഫലഭൂയിഷ്ടമാണ്, അപ്പോൾ അവിടെ എക്കൽ മണ്ണാണ്. ഇനി മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നതാണ് എക്കൽ മണ്ണ്. രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിൻ്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നു. ഗംഗാ സമതലങ്ങളിൽ 2 വ്യത്യസ്തമായ എക്കൽ മണ്ണ് രൂപപ്പെടും അല്ലേ. ഗാദറുണ്ട്, ബംഗറുണ്ട്. നമ്മൾ പറഞ്ഞു ഗാദർ എന്ന് പറഞ്ഞാൽ പുതിയ മണ്ണെന്ന് പറഞ്ഞല്ലേ. ഇനി ബ്രഹ്മപുത്ര ഗംഗാ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായി കാണപ്പെടുന്നു. കൃഷിക്കേറെ അനുയോജ്യമാണ് ഈ മണ്ണ്. ഇനി മധ്യഗംഗാ സമതലത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലായി ചെമ്മണ്ണ് കാണപ്പെടുന്നു. ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ എന്ത് മണ്ണാണ് കാണപ്പെടുന്നത്? ലവണമണ്ണ്. അവിടെ ചതുപ്പല്ലേ, അപ്പോൾ അവിടെ ലവണമണ്ണാണ് കാണപ്പെടുന്നത് കേട്ടോ. അതായത് ഉപ്പിൻ്റെ അംശമുണ്ട്, അതുകൊണ്ടാണ് ലവണമണ്ണ്. ഇനി മണലും പശ്ചിമ മണ്ണും കൂടിക്കലർന്ന മണ്ണാണിത്. ഡെൽറ്റ പ്രദേശങ്ങൾ അനുഭവപ്പെടുന്ന സമുദ്രജല കയറ്റമാണ് ഈ പ്രദേശങ്ങൾ ഇത്തരം മണ്ണുണ്ടാകാൻ കാരണം കേട്ടോ. ഉത്തരേന്ത്യൻ സമതലങ്ങൾ പലയിടങ്ങളിലും ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയ ഇടങ്ങളിൽ എക്കൽ മണ്ണിൻ്റെ ശോഷണം സംഭവിച്ച് ലവണമണ്ണായി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ പ്രദേശങ്ങൾ, അതായത് ഡെൽറ്റ പ്രദേശങ്ങൾ ഏതാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങൾ കേട്ടോ. ഉത്തരേന്ത്യൻ സമതലങ്ങൾ പലയിടങ്ങളിലും ഈ ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്താറുണ്ട്. അപ്പോൾ അവിടെ എന്താണ് ആ ജലസേചനം, അപ്പോൾ ജലസേചനത്തിലൂടെ എന്താണ് തീവ്ര കൃഷി നടത്തുമ്പോൾ ആ മുകളിലുള്ള എക്കൽ മണ്ണിന് ശോഷണം സംഭവിച്ച് അവിടെ ലവണമണ്ണായി മാറിയിട്ടുണ്ടെന്ന്. പിന്നെ പശ്ചിമ ബംഗാളിൻ്റെ തീരപ്രദേശങ്ങളിൽ പീറ്റ് മണ്ണും കാണപ്പെടുന്നുണ്ട് കേട്ടോ. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ്. രാജസ്ഥാൻ ആ ഭാഗത്ത് വരണ്ട മണ്ണ് കാണപ്പെടും. ഘടനാപരമായി മണൽ രൂപവും ലവണത്വ സ്വഭാവമുള്ള ഈ മണ്ണിൽ ജൈവാംശവും ജലാംശവും വളരെ കുറവാണ്. അതിനാൽ ഇവ മണ്ണിൻ്റെ സസ്യവളർച്ചയ്ക്ക് ജലസേചനം ആവശ്യമാണ് കേട്ടോ. ഇനി ഇവിടുത്തെ ജനജീവിതം എങ്ങനെയാണ്? കൂടുതലും ആൾക്കാർ കൃഷിയാണ് ആശ്രയിക്കുന്നത് അല്ലേ. നമുക്കറിയാം അവിടെ അവിടുത്തെ കാലാവസ്ഥയൊക്കെ എന്താണ്, ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണൊക്കെ കൃഷിക്ക് ഏറ്റവും യോജിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയിൽ 1/4 ഭാഗത്തിന് താഴെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ വിസ്തീർണം. എന്നാൽ ഈ മഹാസമതലമാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത് കേട്ടോ. ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്ന ഇവിടെയാണ്, ഈ മഹാസമതലത്തിലാണ്. കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർന്നതിൽ നിർണായക പങ്കാണ് വടക്കൻ സമതലങ്ങൾക്കുള്ളത്. ഇവിടെ ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് തുടങ്ങിയ വ്യത്യസ്ത വിളകൾ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നു. ജലസേചനത്തിൻ്റെ സഹായത്തോടെ അതിവിപുലമായ കൃഷിരീതി ഈ മഹാസമതലത്തെ ഇന്ത്യയുടെ ധാന്യപ്പുരയാക്കി മാറ്റി.
താർ മരുഭൂമി ഒഴികെയുള്ള സമതലത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും റോഡുകളും റെയിൽവേ പാതകളും അതിവിപുലമായ ശൃംഖലയുണ്ട്. ഇത് വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തിലേക്കും നഗരവൽക്കരണത്തിലേക്കും ഈ പ്രദേശത്തെ നയിക്കുന്നതിനിടയാക്കി. നമുക്ക് പ്രധാനപ്പെട്ട 3 വിളകൾ പഠിക്കാം കേട്ടോ. ഖാരിഫ്, റാബി, സയ്യിദ്. ഇത് പഠിക്കണം. ഖാരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഷ്ണമേഖലാ വിളയാണ്. അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഖാരിഫ് എവിടെയാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വിള. അപ്പോൾ സെപ്റ്റംബർ വരെയാണ്. അപ്പോൾ ഉഷ്ണമേഖലാ വിളയായ നെല്ല്, പരുത്തി, ചണം, ബജ്റ, തുവരയൊക്കെ എന്താണ്? ഖാരിഫ് വിളയാണ്. അപ്പോൾ ഖാരിഫ് വിളയ്ക്ക് എക്സാമ്പിളാണ് എന്ത്? നെല്ല്, പരുത്തി, ചണം, ബജ്റ. ഇനി റാബി എന്താണ്? റാബി ഒക്ടോബർ മുതൽ മാർച്ച് വരെ കേട്ടോ. അപ്പം റാബി ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് റാബി. മിതോഷ്ണ ഉപോഷ്ണ വിളകളായ ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി, ഇതൊക്കെ റാബിയാണ് കേട്ടോ. അപ്പോൾ റാബി വിളകൾ പഠിക്കാനായിട്ട് ഇങ്ങനെ പയർ ഗോബാക്ക് എന്ന് പറഞ്ഞൊരു കോഡ് വെച്ചിട്ട് പഠിക്കും. പയർ ഗോബാക്ക്, പയർ ഗോ ബാക്ക്. അപ്പോൾ എന്താണ്? പയർ ഗോ എന്ന് പറയുമ്പോൾ ഗോതമ്പ്, ബാർലി, ബാക്ക് എന്നാണ് കടുകട്ട. അപ്പോൾ ആ കോഡ് ഓർത്താൽ മതി. അതായത് റാബി, പയർ, ഗോ ബാക്ക്. അപ്പോൾ അതിനകത്തൊരു പുകയിലുണ്ട്. പുകയില ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ എക്സാമിന് പുകയില ചോദിക്കാറുണ്ട്. അതൊരു റാബിയാണ് കേട്ടോ. അപ്പോൾ പുകയില എക്സ്ട്രാ ഓർത്ത് വയ്ക്കണം. പിന്നെ സയ്യദ് ഓർക്കാൻ എളുപ്പമാണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് സയ്യദ്. പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ. അത് ഓർക്കണേ. കാലിത്തീറ്റ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വിട്ടുപോകരുത്. അപ്പോൾ കാലിത്തീറ്റ എന്നാണ് സയ്യദ് കേട്ടോ. അപ്പോൾ ഈ കാലഘട്ടം ഓർത്താൽ മതി. അത് ജൂൺ സെപ്റ്റംബർ ഖാരിഫ്, പിന്നെ ഒക്ടോബർ മാർച്ച് റാബി, പിന്നെ എന്താണ്? ഏപ്രിൽ ജൂൺ സയ്യദ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഉത്തരമഹാസമതലൂടെ കഴിയാണ്. ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണേ.